TP കേസിൽ ഉന്നതരുടേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് തോന്നിപ്പിച്ച ഒരു ഘട്ടമുണ്ട്. CPM-ന്റെ പ്രാദേശിക നേതാക്കൾ പിടിയിലാകുന്നു, അറിയപ്പെടുന്നവർ പിടിയിലാകുന്നു, അകത്താകുന്നു. ഉന്നതരിലേക്ക് തന്നെ ഇത് എത്തിച്ചേരും എന്ന് പൊതുജനം വിശ്വസിച്ച ഒരു ഘട്ടമുണ്ട്. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഉന്നതർക്ക് മേൽ പിടിവീഴുന്ന ചില തെളിവുകൾ, ടെലിഫോൺ രേഖകൾ തൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുപോയി. പക്ഷെ പിന്നീടൊന്നും അതിനെ ചുവട് പിടിച്ച് ഒരു വിവാദവും ഉയർന്നു കേട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ TP വീണ്ടും ഒരു ചർച്ചാ വിഷയമാകുന്നു, CPM പ്രതിക്കൂട്ടിലാകുന്നു. അല്ലാതെ എന്താണ് സംഭവിച്ചത്? ഇതിന്റെ ഒരു നാൾവഴിയിലേക്ക് നമുക്ക് പോയാൽ TPയുടെ മർഡർ നടക്കുന്നത് 2012 മെയ് മാസം 4-ാം തീയതിയാണ്. മെയ് മാസം 15-ാം തീയതി മുതൽ മെയ് 24 വരെ ആയപ്പോഴത്തേക്ക് ഏകദേശം 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതിനകത്ത് CPM-ന്റെ DC മെമ്പർ CK അശോകനും ഉണ്ടായിരുന്നു. അതിനുശേഷം മെയ് മാസം ജൂൺ 14-ാം തീയതി കൊടിശ്ശേരി കൃപാണി മുതലായവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ജൂൺ 23-നാണ് കുഞ്ഞനന്തനെ അറസ്റ്റ് ചെയ്തത്. ജൂൺ 29-ാം തീയതി P മോഹനനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ജൂലൈ 10-ന് കാരായ രാജനെയും ജൂലൈ 18-ന് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള KK രാഗേഷിനെയും കേസെടുത്തു. 2012 ആഗസ്റ്റ് 13-ന് 76 പേരെ പ്രതിയാക്കി വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകി. വളരെ പെട്ടെന്നായിരുന്നു എന്റെ കാര്യങ്ങൾ നടന്നു. മെയ് മാസം സംഭവം നടന്നു, ആഗസ്റ്റിൽ ഇതിന്റെ കുറ്റപത്രം നൽകി. 2013 ഫെബ്രുവരി 11-ന് അതിന്റെ ട്രയൽ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് 2013 ഡേറ്റ് മനസ്സിലാക്കണം. 2013 ഫെബ്രുവരി മാസം 11-ാം തീയതി അതിന്റെ ട്രയൽ സ്റ്റാർട്ട് ചെയ്തു. ഈ 2013 ആഗസ്റ്റ് 12-നാണ് സോളാർ സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുന്നത്. ട്രയൽ തുടങ്ങിയത് 2013 ഫെബ്രുവരി മാസം 11-നാണ്. അപ്പൊ ആ ട്രയൽ തുടങ്ങിയതിന് ശേഷമാണ്, അതായത് ഫെബ്രുവരി മാസത്തിൽ 2013 ഫെബ്രുവരി 11-ന് ട്രയൽ തുടങ്ങും. 2013 ആഗസ്റ്റ് 12 ഏകദേശം 4-5 മാസത്തെ വ്യത്യാസമുണ്ട്. ആഗസ്റ്റ് 12-നാണ് സോളാർ സമരം. അപ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ KK രാജേഷ്, ജില്ലാ കമ്മിറ്റി മെമ്പറായ മോഹൻ തുടങ്ങിയ പ്രധാന നേതാക്കന്മാരൊക്കെ അന്ന് ഈ കേസിലെ പ്രതിയാണ്. അവർ കുറച്ചുപേരെ കോടതി വിട്ടയച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവരെയൊക്കെ പ്രതിയാക്കി 76 പേരെ പ്രതിയാക്കിയാണ് ആദ്യം കുറ്റപത്രം നൽകുന്നത്. വളരെ വേഗത്തിലായിരുന്നു കോൺഗ്രസ് ഗവൺമെന്റ് ആ കുറ്റപത്രം സമർപ്പിച്ചത്. വളരെ വേഗത്തിൽ അതിന്റെ ട്രയൽ തുടങ്ങി. ആ ട്രയൽ തുടങ്ങി 4-5 മാസം കഴിഞ്ഞാണ് സോളാർ സമരം നടക്കുന്നത്. അപ്പോൾ ആ സോളാർ സമരത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസുമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വീണ്ടും വരേണ്ട ഒരു ആവശ്യകതയില്ല. കാര്യം സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് ഉൾപ്പെടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിക്ക് അന്ന് ആ കേസിൽ പ്രതിയായിട്ട് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് ഒത്തുതീർപ്പ് നടന്നു എന്ന് ശ്രീ കോൺഗ്രസ് പ്രതിനിധി സേനാപതി പറഞ്ഞ് കറക്റ്റാണ്. ആ ഒത്തുതീർപ്പ് ജുഡീഷ്യൽ എൻക്വയറിയെ കുറിച്ചായിരുന്നു ഒത്തുതീർപ്പ് നടന്നത്. ശരിയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യവും ശരിയാണ്. ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതായിരുന്നു അവരുടെ ആവശ്യം. സമരം തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അറിയാം, ഒരിക്കലും ഒരു പ്രതിപക്ഷം, ഏത് പ്രതിപക്ഷം സമരം ചെയ്താലും ഒരു മുഖ്യമന്ത്രിമാരും ഒരു സമരത്തിന്റെ പേരിൽ രാജിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചിട്ടുള്ളത് അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ശങ്കർ മുതൽ ഇങ്ങോട്ടുള്ള പലരും അവരുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിലാണ് രാജിവെച്ചിട്ടുള്ളത്. അല്ല, പ്രതിപക്ഷ സമരം കണ്ടുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചിട്ടില്ല, രാജിവെക്കത്തുമില്ല. അത് സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട്. 4 ദിവസവും 5 ദിവസവും സേനാപതി പറഞ്ഞാലും 40 ദിവസവും സമരം ചെയ്താലും മുഖ്യമന്ത്രി രാജിവെക്കത്തില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അന്ന് UDF-ന് 72 MLA-മാരാണ്, 68 പേര് പ്രതിപക്ഷത്തിലുണ്ട്. 2 പേരുടെ വ്യത്യാസത്തിലാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. അന്ന് RSPയുടെ ഒരു വിഭാഗം വന്ന് പിന്നീടാണ് UDF-ലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഡേറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കേസിന്റെ ട്രയൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റി മെമ്പർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിയായി ആ 2 ജില്ലയിലുള്ളവരുണ്ട്. അങ്ങനെ വന്ന് ട്രയൽ നടന്നു കഴിഞ്ഞു. അതിനകത്ത് പിന്നീട് ഒരു CBI അന്വേഷണത്തിന് പോസിബിലിറ്റി ഇല്ല. 1. 2, ഫെബ്രുവരി മാസം 19-ാം തീയതി, അതായത് 19-ന് 4 ദിവസത്തിന് മുമ്പ് ശ്രീമതി KK രമ നിരാഹാര സത്യാഗ്രഹം നടത്തി. അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹമാണ്. ആ 4ാമത്തെ ദിവസം നിരാഹാര സത്യാഗ്രഹം നടന്നപ്പോൾ ഫെബ്രുവരി മാസം 19-ാം തീയതി ഈ ക്യാബിനറ്റ്, സേനാപതി പറയുമെന്ന് ഞാൻ വിചാരിച്ചാണ്, കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റ് അത് CBIക്ക് വിടാൻ തീരുമാനിച്ചു. പക്ഷെ CBIയുടെ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ അന്നത്തെ CBI ഡയറക്ടർ പേര് ഞാൻ ഓർക്കത്തില്ല, അദ്ദേഹം പറഞ്ഞത് ഈ കേസ് ഇനി CBI അന്വേഷിക്കേണ്ട ആവശ്യമില്ല, പരിപൂർണമായിട്ട് ഇതിന്റെ അന്വേഷണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അന്ന് CBI കേസ് ഏറ്റെടുത്തില്ല.
അങ്ങനെ ഈ 2013 ആഗസ്റ്റ് 12 നടന്ന സമരത്തിൽ ഇത് CBIക്ക് വിടത്തില്ല എന്നുള്ള ധാരണയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഫെബ്രുവരി മാസം 19-ാം തീയതി എങ്ങനെ ക്യാബിനറ്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ട്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് ശ്രീമതി KK രമ 4ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അവർ നിരാഹാരം കിടന്നിട്ട് 3-4 ദിവസമാണ് നിരാഹാരം കിടക്കുകയാണ്. സമരം അത് രൂക്ഷമാണ്. ഇടതുപക്ഷം നടത്തിയ സമരത്തെക്കാൾ ശക്തമായിരുന്നു. കാര്യം വധിക്കപ്പെട്ട ആളിന്റെ ഭാര്യയാണ്. അവര് സമരം കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് ക്യാബിനറ്റ് കൂടിയപ്പോൾ തീരുമാനം കൊടുത്തപ്പോൾ CBI പറഞ്ഞ എന്താ, ഞങ്ങൾ പുതിയതായിട്ട് ഇതിനകത്ത് യാതൊന്നുമില്ല, ഇനി അന്വേഷിക്കാനായിട്ട് യാതൊന്നുമില്ല, അന്വേഷിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് CBI പ്രപ്പോസൽ റിജക്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശ്രീ ജോൺ മുണ്ടക്കയത്തിന്റെ ഈ ആരോപണം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഏറ്റുപറച്ചിലുമായി ബന്ധപ്പെട്ട് ഇത് CBI അന്വേഷിക്കത്തില്ല, മറ്റു നേതാക്കന്മാരിലേക്ക് ഇതിന്റെ കോൺസ്പിറസി ചെല്ലത്തില്ല എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് ഈ സമരം പിൻവലിച്ചത് എന്ന് പറയുന്നതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല. കാരണം അതിനു മുമ്പ് തന്നെ കുറ്റപത്രം കൊടുക്കുകയും ട്രയൽ തുടങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷം തന്നെ UDF ഗവൺമെന്റ് തന്നെ CBI അന്വേഷിക്കാനായിട്ട് ഫെബ്രുവരി മാസം 19-ാം തീയതി ക്യാബിനറ്റ് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഉറപ്പ് ഇടതുപക്ഷത്തിന് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു ഉറപ്പ് നിലനിൽക്കുമ്പോൾ ക്യാബിനറ്റ് അങ്ങനെ ഒരു തീരുമാനമെടുക്കും. അങ്ങനെ ക്യാബിനറ്റ് തീരുമാനമെടുത്ത് CBIയോട് ചോദിക്കുമ്പോൾ CBI പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ക്യാബിനറ്റ് തീരുമാനം എടുക്കുമായിരുന്നു. അങ്ങനെ രഹസ്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ധാരണയും ഇല്ലായിരുന്നു. ഇടതുപക്ഷവും UDFും തമ്മിൽ അങ്ങനെ യാതൊരു ധാരണയും ഇല്ലായിരുന്നു. ഇനി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനോട് അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം.